സ്വാഗതം. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. 346 രൂപയായിരുന്ന പ്രതിദിന വേതന നിരക്ക് 369 രൂപയാക്കിയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 23 രൂപയാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് വർദ്ധിച്ചിരിക്കുന്നത്. സംസ്ഥാനങ്ങളിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനത്തിൽ 2 മുതൽ 7% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രാമീണ വികസന മന്ത്രാലയത്തിൻ്റേതാണ് ഉത്തരവ്. പ്രതിദിന വേതന നിരക്കിൽ 7 രൂപ മുതൽ 26 രൂപയുടെ വരെ വർധനവാണ് 2025-26 സാമ്പത്തിക വർഷത്തിലേക്കായി ഉണ്ടായിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം, നാഗാലാൻഡ്, തെലുങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ 7 രൂപയാണ് കൂട്ടിയത്. 26 രൂപ കൂട്ടിയ ഹരിയാനയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ദിവസ വേതനം 400 രൂപയിലെത്തുന്നതാണ്. ഒരു സംസ്ഥാനത്ത് ചരിത്രത്തിലാദ്യമായാണ് തൊഴിലുറപ്പുകാരുടെ ദിവസ വേതനം 400 രൂപയാക്കുന്നത്. 2005 മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിയമത്തിലെ സെക്ഷൻ 6 സബ് സെക്ഷൻ 1 പ്രകാരമുള്ള വേതന നിരക്കിൽ വർധനവ് വരുത്തിയാണ് മന്ത്രാലയം ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത്. ഏപ്രിൽ 1 മുതലായിരിക്കും പുതിയ നിരക്ക് പ്രാബല്യത്തിൽ വരുന്നത്. തൊഴിലുറപ്പിൽ മുന്നിലെത്താൻ 3 കോടി തൊഴിൽ ദിനം അധികം നൽകിയിട്ടുണ്ട്. ലേബർ ബഡ്ജറ്റ് പുതുക്കാത്തതിനാൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടേണ്ട 614 കോടി രൂപ നഷ്ടമാകുമോ എന്ന് ആശങ്കയുമുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള ബഡ്ജറ്റ് 5 കോടിയായി ചുരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന് 3059 കോടി രൂപ ഇക്കൊല്ലം കിട്ടേണ്ടതായിരുന്നു. എന്നാൽ ഇതുവരെ നൽകിയത് 2445 കോടി മാത്രമാണ്. ഓരോ വർഷവും ലേബർ ബഡ്ജറ്റ് കേന്ദ്ര സർക്കാർ വെട്ടിക്കുറയ്ക്കാറുണ്ടെങ്കിലും സംസ്ഥാനത്തിൻ്റെ അപേക്ഷ പരിഗണിച്ച് അധികം തൊഴിൽ ദിനം അനുവദിക്കാറുണ്ടായിരുന്നു. ഇത്തവണ അംഗീകരിച്ച 6 കോടിക്ക് പകരം 9 കോടി തൊഴിൽ ദിനം തിങ്കളാഴ്ചയോടുകൂടെ പൂർത്തിയാകുന്നതാണ്. മുൻ കാലങ്ങളിലേതുപോലെ ബഡ്ജറ്റ് പുതുക്കി നൽകുമെന്ന കണക്കുകൂട്ടലിലാണ് 3 കോടി തൊഴിൽ ദിനം അധികം നൽകിയത്. 10.5 കോടി തൊഴിൽ ദിനം വരെ മുൻപ് സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട്. ലേബർ ബഡ്ജറ്റ് പുതുക്കണം എന്നാവശ്യപ്പെട്ട് 2024 ഡിസംബർ മുതൽ ഇതുവരെ 7 തവണയാണ് കേരളം കേന്ദ്രത്തിന് കത്തയച്ചത്. മന്ത്രിതല ചർച്ചകൾക്കും പുറമെ എംപവേർഡ് കമ്മിറ്റി കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി കേരളത്തിലെത്തിയപ്പോഴും വിഷയം ഉന്നയിച്ചിരുന്നു. കൂലി കൂട്ടുന്നില്ല, കൂലി കിട്ടുന്നില്ല, കുറഞ്ഞ കൂലി, കടുത്ത വ്യവസ്ഥകൾ എന്നിവ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 1 ലക്ഷം കുടുംബങ്ങൾ തൊഴിലുറപ്പിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. ചെയ്ത ജോലിയുടെ കൂലി കിട്ടാത്ത പ്രതിസന്ധി കേരളം ഉൾപ്പെടെ 15 സംസ്ഥാനങ്ങൾക്ക് ഉണ്ട്. 614 കോടി രൂപ കിട്ടിയില്ലെങ്കിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് അനുവദിക്കുന്ന പണത്തിൽ നിന്ന് കൂലി നൽകേണ്ടി വരുന്നതാണ്. തൊഴിലുറപ്പ് പ്രവൃത്തിക്കിടയിൽ അപകടം സംഭവിച്ചുള്ള മരണം, കുഴഞ്ഞു വീണുള്ള മരണം, ഹൃദയാഘാതത്തെ തുടർന്നുള്ള മരണം തുടങ്ങിയ അത്യാഹിതങ്ങൾ, സ്ഥായിയായ അംഗവൈകല്യം എന്നിവ സംഭവിക്കുന്ന പക്ഷം പ്രവൃത്തിയിൽ ഏർപ്പെട്ട തൊഴിലാളിക്കോ തൊഴിലാളിയുടെ നിയമപരമായ അവകാശികൾക്കോ പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പദ്ധതി പ്രകാരമുള്ള സഹായ തുക നിലവിൽ 2 ലക്ഷം രൂപ അല്ലെങ്കിൽ അതാത് സമയം കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്യുന്ന നിരക്കിലുള്ള തുക ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച് നൽകേണ്ടതാണ്. മരണം സംഭവിക്കുന്ന പക്ഷം 5 ദിവസത്തിനകം ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ നടപടിക്രമം പുറപ്പെടുവിക്കേണ്ടതും ഗ്രാമപഞ്ചായത്ത് തുക അനുവദിച്ച് നൽകേണ്ടതുമാണ്. തൊഴിലാളിയോടൊപ്പം പ്രവൃത്തി സ്ഥലത്ത് വരുന്ന കുട്ടികളുടെ മരണമോ സ്ഥായിയായ അംഗവൈകല്യമോ സംഭവിക്കുകയാണെങ്കിൽ തൊഴിലിൽ ഏർപ്പെടുന്ന അയാളോടൊപ്പം പ്രവൃത്തി സ്ഥലത്ത് വരുന്ന കുട്ടികൾക്ക് മരണമോ അപകടത്തിൽപ്പെട്ട് സ്ഥായിയായ അംഗവൈകല്യമോ സംഭവിക്കുന്ന പക്ഷം കുട്ടിയുടെ നിയമപരമായ രക്ഷകർത്താവിന് അതാത് സമയം
പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന പദ്ധതി പ്രകാരം തൊഴിലാളിക്ക് ലഭ്യമാകാൻ യോഗ്യതയുള്ള തുകയുടെ 50% എക്സ്ഗ്രേഷ്യ, നിലവിൽ ഇത് 1,00,000 രൂപയാണ്, ഗ്രാമപഞ്ചായത്ത് അനുവദിച്ച് നൽകേണ്ടതാണ്. മരണം സംഭവിക്കുന്ന പക്ഷം 5 ദിവസത്തിനകം ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർ നടപടിക്രമം പുറപ്പെടുവിക്കേണ്ടതും ഗ്രാമപഞ്ചായത്ത് തുക അനുവദിച്ച് നൽകേണ്ടതുമാണ്. ഈ ആനുകൂല്യം പൂർണ്ണമായും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അഡ്മിൻ ഫണ്ടിൽ നിന്നുമാണ് വഹിക്കേണ്ടത്.